Hey, hello guys. Welcome to Not a Car Podcast. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് സെരുൺ ആണ്, സെരുൺ അലക്സ്. സോ സെരുൺ ഒരു സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹി ഹാസ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ physics, material science, and also he's a PhD researcher. And he's also part of a consortium, a 50-member consortium for EU nations regarding solid state batteries and tech. അപ്പം വെൽക്കം വെൽക്കം സെരുൺ, വെൽക്കം ടു നോട്ട് എ കാർ പോഡ്കാസ്റ്റ്. യെസ്. സോ സെരുൺ, സോ നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി, couple of episodes where initially we had a Porsche partner in picture, പിന്നെ we had someone who was working on telematics. അപ്പൊ ഇപ്പം സെരുൺ വന്നു. സോ our whole intention is to make people know that these kind of technologies exist, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഐ മെറ്റ് സെരുൺ ത്രൂ എ ഫ്രണ്ട്. ഈ ഫ്രണ്ട് എന്റെ കുറെ ലൈഫ് ഡിസിഷൻസിൽ അവൻ ഒരു പാർട്ടായിരുന്നു. ഐ ഓൾസോ ഗോട്ട് സെരുൺസ് കണക്ഷൻ ത്രൂ ഹിം. സോ സെരുൺ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ വ്യൂവേഴ്സിന്റെ അടുത്ത്? യെസ്. അപ്പം അരുൺ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു 5 years ആയി ജർമ്മനിയിൽ. നാട്ടിൽ ഞാൻ ഫിസിക്സ് പഠിച്ചു, മാസ്റ്റേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ സയൻസിലാണ് സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്തത്. എന്നിട്ട് മെറ്റീരിയൽ സയൻസ് കഴിഞ്ഞ് ഞാൻ ഫോക്സ് വാഗനിൽ ഇന്റേൺഷിപ്പ് ചെയ്തു ഒരു 6 months. അതും ബാറ്ററി R&D. അത് കഴിഞ്ഞ് ഇവിടെ ജർമ്മനിയിൽ തന്നെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൽ ഇപ്പം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിന്റെ റിസർച്ച് ആണ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ നമ്മൾ EU ഫണ്ടഡ് ഒരു പ്രൊജക്ടിന്റെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊജക്ട് ലീഡായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, so Serin, we'll start from the beginning, right? So, how did you physics like എങ്ങനെ എത്തി, and അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് why did you go? ഫിസിക്സ് ഞാന് ഇപ്പൊ പറഞ്ഞ കാർത്തിക്കിന്റെ കൂടെ ഞങ്ങള് 12th സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ലാണ് ഞങ്ങള്. അപ്പം അവിടെ ഒരു സാർ ഉണ്ടായിരുന്നു, ബെന്നി സാർ എന്ന്. പുള്ളി ഭയങ്കര വളരെ കാം ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളി വളരെ കാം ആയിട്ടാണ് ഫിസിക്സ്. പുള്ളി നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫിസിക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അന്ന് ഒരു ഫിസിക്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോഴാണ് ഫിസിക്സ് നോക്കാം എന്നുള്ളൊരിത് വന്നത്. എഞ്ചിനീയറിംഗ് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ഒന്ന് മാറി ചിന്തിക്കാം എന്നുള്ള രീതിയിലാണ് നാച്ചുറൽ സയൻസിലേക്ക് പോയത്. അപ്പം ഫസ്റ്റ് ചോയ്സ് വാസ് ഫിസിക്സ്. പിന്നെ മോറോവർ എന്റെ ഫാമിലിയിൽ അപ്പയുടെ ബ്രദേഴ്സ് ഫിസിക്സ് ആണ് പഠിച്ചത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നപ്പോൾ നോ അതർ ക്വസ്റ്റ്യൻ, ഡയറക്ട്ലി ഫിസിക്സ്. എനിക്ക് തോന്നി ഈ ഫിസിക്സ് സാറുമാരൊക്കെ, സോ ഞാൻ പഠിച്ചത് ഡോൺ ബോസ്കോ അല്ല. വി ഓൾസോ ഹാഡ് എ ഫിസിക്സ് സർ, ആന്റണി സർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇങ്ങനെ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളി ഇപ്പം എനിക്കൊരു 10th ഒക്കെ വരെ ഫിസിക്സിനോട് ഭയങ്കര ഒരു താല്പര്യം. ഈ പുള്ളി ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഓൾസോ ഗോട്ട് കുറച്ച് ഫിസിക്സ്. പക്ഷേ ഐ ടുക്ക് മറ്റേ എഞ്ചിനീയറിംഗ്. പക്ഷേ നൈസ് സ്റ്റോറി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം നാട്ടിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? ഐ മീൻ ഞാൻ എന്റെ ഇത് കഴിഞ്ഞ് 2018 ഞാൻ ഫിസിക്സ് മാസ്റ്റേഴ്സ് പാസ് ഔട്ട് ആയത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിന്നായിരുന്നു. കഴിഞ്ഞിട്ട് നാച്ചുറൽ സയൻസ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് നെറ്റ് JRF ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡീസ് കഴിഞ്ഞ് നേരെ ഹൈദരാബാദിന് പോയി ഒരു 6 months കോച്ചിങ്ങിന് വേണ്ടി. അവിടെ പോയി നെറ്റ് JRF കോച്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്ന് പിന്നെ ഒരു 3 months ഉള്ളായിരുന്നു. ആ ഒരു സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു ജർമ്മനിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പ്. അപ്പത്തേനും ഞാൻ വിചാരിച്ചു എന്നാ ജർമ്മനിയും കൂടെ പാരലി ട്രൈ ചെയ്യാം. അങ്ങനെ ജർമ്മനിയും പാരലി ട്രൈ ചെയ്തു, നെറ്റ് JRFും പാരലി രണ്ടും കൂടെ ഒരേ ഫ്ലോയിൽ മൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നെറ്റും എക്സാമും എല്ലാം എഴുതി. നെറ്റിന്റെ റിസൾട്ടും ജർമ്മനിയുടെ അഡ്മിഷന്റെ റിസൾട്ടും എല്ലാം ഏകദേശം ഒരു 2 days ഗ്യാപ്പിലാണ്. രണ്ടും കിട്ടി. അപ്പം എന്ത് ചൂസ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പം പിന്നെ ജർമ്മനി. നാട്ടിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടി. സ്ട്രേറ്റ് ആഫ്റ്റർ യൂണിവേഴ്സിറ്റി പിന്നെ ഒരു 6 months കോച്ചിങ്, പിന്നെ നേരെ ഡയറക്ട്ലി ടു ജർമ്മനി ആയിരുന്നു. സോ റൈറ്റ് നൗ യു വർക്ക് ഇൻ ബാറ്ററി ടെക്, റൈറ്റ്? അതൊരു ഇന്റൻഷനലി എടുത്തൊരു ചോയ്സ് ആയിരുന്നോ, അതോ ദാറ്റ് വാസ് അവൈലബിൾ ആൻഡ് ദെൻ യു ഗോട്ട് ഇൻട്രസ്റ്റഡ്, അങ്ങനെ പോയൊരു ചോയ്സ് ആയിരുന്നു? അല്ല, ഇത് ഇന്റൻഷനലി ചോസൺ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പോണ്ടിച്ചേരിയിൽ ഞാൻ പഠിക്കുന്ന
നമുക്ക് അവിടെ ലൈക്ക് എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, രാമസ്വാമി മുരുകൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇതേപോലെ പുള്ളിയുടെ ബാറ്ററി റിസർച്ച് ആയിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയായിരുന്നു ഞങ്ങളുടെ HOD. അതുകൊണ്ട് ലൈക്ക് പുള്ളി കുറെ ഫണ്ടിങ് ഒക്കെ അക്വയർ ചെയ്ത് പുള്ളി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബാറ്ററി വേൾഡ് ഒരു സെപ്പറേറ്റ് സെറ്റപ്പ് പുള്ളി തന്നെ വെരി വെരി ഗുഡ് റിസർച്ച്. ലൈക്ക് ലാസ്റ്റ് ഇയർ ഇതിനു വേണ്ടിയിട്ട് നോബൽ പ്രൈസ് കിട്ടിയ ഒരു ഇതുണ്ട്, ജോൺ ബി ഗുഡ് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു PhD സ്റ്റുഡന്റ് ആയിരുന്നു. ലൈക്ക് ഹീസ് ലൈക്ക് വെരി മച്ച് ഇൻ ടു ദിസ് ബാറ്ററി തിങ്സ്. ഇങ്ങനെ എൻ്റെ മാസ്റ്റർ തീസിസ് ചെയ്യേണ്ടതിനും ജസ്റ്റ് സാറിനോടൊന്ന് ചോദിച്ചു, എനിക്കിങ്ങനെ ബാറ്ററീസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് സാർ, എനിക്കൊരു പൊസിഷൻ ഒന്നും. അങ്ങനെയാണ് ഞാൻ ബാറ്ററീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നുള്ള PhD കൊളീഗ്സ് അവരും എല്ലാവരുമായിട്ടൊക്കെ ഡിസ്കഷൻ, അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അങ്ങനെ ലൈക്ക് ഞാൻ ഇവിടെ മെറ്റീരിയൽ സയൻസ് പഠിക്കാൻ വന്നേ. കഴിഞ്ഞ് ഇവിടെ വന്ന് മെറ്റീരിയൽ സയൻസ് വന്നു. പിന്നെ ഇവിടെയും നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ബാറ്ററി റിസർച്ച് ഉണ്ട്. ലൈക്ക് ജസ്റ്റ് ദാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ബാറ്ററിയുടെ കമ്പ്യൂട്ടേഷണൽ ആസ്പെക്ട്സിലേക്കാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തത്. ലൈക്ക് സിമുലേഷൻ, കമ്പ്യൂട്ടേഷണൽ കാൽക്കുലേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിനെ കുറിച്ചുള്ള സെറിന്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാ? വൈ ഡു ബാറ്ററീസിന്റെ ഡിസിന്റഗ്രേഷൻ എങ്ങനെയാ സംഭവിക്കുന്നത്? വിച്ച് ഇസ് ബെറ്റർ, ലൈക്ക് ലിത്തിയം അയോൺ ആണോ അതോ സോളിഡ് സ്റ്റേറ്റ് ആണോ? ഡിസിന്റഗ്രേഷൻ മീൻ ചെയ്യുന്നത് ഡീഗ്രേഡ് ആവുന്ന ലൈക്ക് ആവുന്നതിന് ലൈക്ക് ദർ ആർ മെനി റീസൺസ്. ലൈക്ക് ഞാൻ ഫണ്ടമെന്റൽ റിസർച്ച് നമുക്ക് അതിന്റെ ബേസിസിൽ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ് ചോദിച്ചത് ലിത്തിയം അയൺ ബാറ്ററീസ് ആണോ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ആണോ? ആസ് ഓഫ് നൗ നമ്മുടെ മാർക്കറ്റ് ലിത്തിയം അയോൺ ബാറ്ററീസിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് ഓൾ ദി EV മാർക്കറ്റ്. സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ഐ തിങ്ക് ലാസ്റ്റ് ഇയർ മെർസിഡീസ് ബെൻസ് ഒരു വണ്ടി അവർ ഷോക്കേസ് ചെയ്തു തോന്നുന്നു സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിൽ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജാപ്പനീസ് ടൊയോട്ടയും എന്തോ ഒരു ടെക്നോളജി അവര് ലൈക്ക് സെമി സോളിഡ് സ്റ്റേറ്റ് ഓർ സംതിങ് ലൈക്ക് ദിസ് അവരെന്തോ ചെയ്തിട്ടുണ്ട്. അപ്പം ആസ് ഓഫ് നൗ ലിത്തിയം അയോൺ ബാറ്ററീസ് ലൈക്ക് കൺവെൻഷണൽ ലിക്വിഡ് ഉള്ള ലിത്തിയം അയോൺ ബാറ്ററീസ് ആണ് മാർക്കറ്റിൽ റൺ ചെയ്യുന്നത്. ആൻഡ് they are developing new technologies based on that. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാരലി വർക്ക് ചെയ്യുന്ന വേറൊരു സെറ്റപ്പ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ബാറ്ററിയുടെ സൈസ് കുറയും, ബാറ്ററിയുടെ സേഫ്റ്റി കൂടും, പവർ ഔട്ട്പുട്ട് കൂടും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ആസ് ഓഫ് നൗ ലൈക്ക് ഇൻ എ മാർക്കറ്റ് പെർസ്പെക്റ്റീവ് ഇപ്പം വേൾഡ് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺ ദ ഗോ മേ ബി ഇൻ സം ഇയേഴ്സ് ചിലപ്പം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ഒരു മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ വന്നു കഴിഞ്ഞായിരിക്കും ഒരു ഡയറക്റ്റ് 1-on-1 കോമ്പറ്റീഷൻ. സോ വാട്ട് ഈസ് ദി ഡിഫറൻസ്? തമ്മിലുള്ള ഡിഫറൻസ് എന്താ മെയിൻ ആയിട്ട്? സോറി ടു ഇന്ററപ്റ്റ് കേട്ടോ. ഡിഫറൻസ് എന്ന് പറയുമ്പം ലൈക്ക് നമ്മുടെ ബേസിക് ബാറ്ററി സെല്ലില് ഉണ്ടാവുക ഒരു ആനോഡ്, ഒരു കാഥോഡ്, പിന്നെ അതിനെ ഇത് തമ്മിൽ കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റർ ലെയർ ഉണ്ടാവും. എന്നിട്ട് ഇത് തമ്മിൽ ലൈക്ക് അയോൺസ് പാസ് ചെയ്ത് ആ അയോൺസ് ആനോഡിൽ നിന്ന് അയോൺസ് പാസ് ചെയ്ത് കാഥോഡിൽ വന്നിട്ട് കാഥോഡിൽ നിന്ന് ഇത് റിയാക്ട് ചെയ്ത് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പം ആ ഇലക്ട്രോൺ തിരിച്ച് ആനോഡിലേക്ക്. അപ്പം ഈ അയോൺ മൂവ്മെന്റിന് വേണ്ടി ലിത്തിയം അയൺ ബാറ്ററീസിൽ ഒരു ലിക്വിഡ് ഇലക്ട്രോളൈറ്റ് നമ്മൾ ആഡ് ചെയ്യും, ലൈക്ക് ഫോർ എ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട്. അത് നമ്മൾ ഈ ലിക്വിഡ് ഇലക്ട്രോളൈറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സോളിഡ് പീസിനെ വെക്കും. അപ്പം ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ വൺ ഓഫ് ദി മെയിൻ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിത്തിയം അയൺ ബാറ്ററീസ് നമ്മൾ ലൈക്ക് ഇപ്പം ഫയർ പിടിക്കുന്നതും ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒരു ലിത്തിയം ഡെൻഡ്രൈറ്റ് ഫോം ചെയ്ത് ഇത് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ ബേസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു സാധനത്തിന് ലൈക്ക് ഒരു ഇതേപോലെ ഒരു ഡെൻഡ്രൈറ്റ് പോലെ ഒരു സാധനത്തിന് ഗ്രോ ചെയ്യാൻ ഈസി. പക്ഷെ ആ വെള്ളത്തിന് പകരം നമ്മൾ ഒരു ഐസ് വെക്കുകയാണെന്നുണ്ട് ആ ഡെൻഡ്രൈറ്റ് അത്ര ഈസി ആയിട്ട് ട്രാവൽ ചെയ്യില്ല.
ഇല്ല. അപ്പം ഈ ഗ്രോത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇത് തമ്മിൽ വരുന്ന ഷോർട്ട് സർക്യൂട്ടിനെ ഫയർ എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ഹസാർഡസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ലിക്വിഡ് ഇലക്ട്രോലൈറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സോളിഡ് ഇലക്ട്രോലൈറ്റിനെ വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഈ രണ്ട് ഓക്കെ. ബാറ്ററീസ്. അതുപോലെ ഇങ്ങനത്തെ ഹസാർഡ്സിനെ കുറച്ചൊക്കെ കൺട്രോളും ചെയ്യാൻ പറ്റും. വാട്ട് അബൌട്ട് ദി റേഞ്ച്? റേഞ്ച് ബെറ്റർ ആവും എന്നാണ് ലൈക്ക് ആസ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഓൾസോ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള പവർ ഔട്ട്പുട്ട് കിട്ടും. ബിക്കോസ് ഈ കൺവെൻഷണൽ ലിത്തിയം അയോൺ ബാറ്ററീസിൽ ആനോഡ് എന്ന് പറയുന്നത് ലിത്തിയം മെറ്റൽ അല്ല. അതെന്ന് പറയുന്നത് ലൈക്ക് ചിലപ്പം സിലിക്കൺ ആവാം, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആവാം, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ പക്ഷേ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് നമുക്ക് ലിത്തിയം മെറ്റലിനെ ആനോഡ് ആയിട്ട് യൂസ്, വിച്ച് മീൻസ് ലിത്തിയം ഡെൻസ് ആയിട്ടുള്ള ഒരു ആനോഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതൽ ലിത്തിയം അയോൺസിനെ എക്സ്ട്രാക്ട്, ഓക്കെ 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 അപ്പം നമുക്ക് കുറച്ചുകൂടെ പവർ ഔട്ട്പുട്ട് ബെറ്റർ ആയി. യെസ്, ഇപ്പം ഈവൻ ഈ മെഴ്സിഡീസ് ബെൻസ് ഷോക്കേസ് ചെയ്ത അവർ പറയുന്ന റേഞ്ച് 1000 ആണ്. 1000 കിലോമീറ്റർ. ഏറ്റവും ബേസിക് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയിലാണ്. ഓക്കെ. എക്സ്പെൻസീവ് ആയിരിക്കും ഈ ടെക്നോളജി അത് കമ്പയർ ടു ലിത്തിയം അയോൺ? എക്സ്പെൻസീവ് ഐ തിങ്ക് ഷുഡ് ബി ഇൻ ദ സെയിം റേഞ്ച്. ഓക്കെ. ദെൻ ആ ഒരു അഡാപ്റ്റേഷൻ ഉള്ള ഒരു ഡിലേ എന്താ? അതായത് വൈ ബ്രാൻഡ്സ് ആർ യൂസിങ് ലിത്തിയം അയോൺ, വൈ നോട്ട് സോളിഡ് സ്റ്റേറ്റ്? അപ്പം അതിന് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഓഫ് കോഴ്സ് മാനുഫാക്ചറിങ് ആണ്, കോമ്പോണൻസ് എല്ലാം സോളിഡ് കോമ്പോണൻസ് ആവുമ്പോഴത്തേനും ഈ ലൈക്ക് കോണ്ടാക്ട്, ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ലിത്തിയം അയൺ ബാറ്ററീസിൽ നമ്മൾ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത്, അപ്പൊ ആ ലിക്വിഡ് ഫുള്ളി എല്ലായിടത്തും ഉണ്ട്. ഓക്കെ അപ്പം ഓക്കെ അപ്പം ഓക്കെ, ലൈക്ക് സിമ്പിൾ എക്സാമ്പിൾ, ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് എന്തെങ്കിലും സം കളർ, ഫുള്ളി അത് ഡിസ്പേഴ്സ് ആവും. ഓക്കെ. അതേസമയം ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിലാണ് ആ 1 ഡ്രോപ്പ് ഇടുന്നത്. അത് ജസ്റ്റ് മേ ബി സർഫസ്. അപ്പം ഈ ഒരു പ്രശ്നം, രണ്ടും വെള്ളം തന്നെയാണ്, വെള്ളത്തിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ്. ഇത് ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടീസ് ഇതിന്റെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ലിത്തിയം ബാറ്ററീസിലും സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ആനോഡും കാഥോഡും ആയിട്ടുള്ള കോണ്ടാക്ട്, അതായത് ഇത് നടുക്കാണ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ കോണ്ടാക്ട് മെയിൻറ്റെയിൻ നമ്മൾ ഈ കോമ്പണൻസിനെ വളരെ ഹൈ പ്രഷറിൽ പ്രസ് ചെയ്യാം, ഇതിനെ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ഈ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ. ലൈക്ക് ബേസിക്കലി അതിന്റെയാണ് ഇപ്പം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഹൗ ക്യാൻ യു കോമ്പാക്ട് ദീസ് മെറ്റീരിയൽസ് ടുഗെദർ, ലൈക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ഇതിനെ കോണ്ടാക്ട് ഇഫ് നമ്മൾ ഇതിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ബ്രേക്ക് ആവുമോ? ലൈക്ക് ലിക്വിഡ് അയോൺ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ബാറ്ററീസിലാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ഈ കോമ്പണൻസ് ബ്രേക്ക് ആയാൽ we still have this liquid flowing around and doing all these physics and chemistry that you need. But solid state ലാകുമ്പോഴത്തേനും നമുക്ക് ഈ ബ്രേക്കേജ് വന്നു കഴിഞ്ഞാൽ അതൊരു കോണ്ടാക്ട് ലോസ് ആണ്, യുവർ ബാറ്ററി ഇസ് ഡൈയിങ്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഇപ്പം സോളിഡ് സ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് വൺസ് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റെവല്യൂഷനൈസ് ചെയ്യും. നമുക്ക് വാട്ട് അബൌട്ട് ദി മെയിൻ്റെനൻസ്? നമ്മളൊരു സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് മെയിൻറ്റെയിൻ ചെയ്യാനാണോ ഈസി, അതോ ഒരു ലിക്വിഡ് ലിത്തിയം അയോൺ പോലത്തെ ഒരു? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളോടെ പറയാം. നമ്മുടെ വണ്ടികളിൽ പണ്ടത്തെ ജനറേഷൻ വണ്ടികൾ എടുത്ത് നോക്കിയാൽ ഒത്തിരി സെൻസേഴ്സ്. When you compare it with the cars that we have right now, it has a lot of sensors, and നമുക്കൊന്ന് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചെയ്യണം, it is a bit difficult compared to the older times. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ബാറ്ററി അഡാപ്റ്റേഷന്റെ കാര്യത്തിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഐ മീൻ ആസ് എൻ എൻഡ് യൂസർ ബാറ്ററി ഒരു മൊഡ്യൂൾ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് വരുള്ളൂ, ആൻഡ് യു ഡോണ്ട് ഹാവ് ആക്സസ് ടു എനിത്തിങ് ഇൻസൈഡ്. ലൈക്ക് ഈവൻ നൗ ഈ ലിത്തിയം അയൺ ബാറ്ററീസ് ഉള്ള ബാറ്ററിക്ക് എന്തെങ്കിലും പ്രോബ്ലം അവർ ആ ബാറ്ററി ഫുള്ളി റീപ്ലേസ് ചെയ്ത്
ചിലപ്പോൾ അവരുടെ ഫാക്ടറിയിൽ പോയിട്ട് അവർ ചിലപ്പോൾ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഇന്റേണലി ഏത് സെല്ലിനാണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് ചിലപ്പോൾ ആ സെല്ല് റീപ്ലേസ് ചെയ്ത് പുതിയ സെല്ല് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത വണ്ടിക്ക് വരുന്നത്. മനസ്സിലായി. മേ ബി ലൈക്ക് ബാറ്ററി റീപ്ലേസ് ചിലപ്പം യു മൈറ്റ് നോട്ട് ബി ഗെറ്റിംഗ് എ ന്യൂ ബാറ്ററി ബട്ട് റീഫർബിഷ്ഡ് വൺ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്ന ബാറ്ററി ജസ്റ്റ് അവര് ഡയഗ്നോസ് ചെയ്ത് പ്രോബ്ലം കണ്ടുപിടിച്ച് ആ സെല്ലിനെ റീപ്ലേസ് ചെയ്ത്. മനസ്സിലായി. സർ ഒരു മൊത്തത്തിൽ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഈസ് യുവർ ഹോൾ ടേക്ക് ഓൺ EVs അല്ലെങ്കിൽ ഒരു EV കാർസ് കമ്പയർഡ് ടു കൺവെൻഷണൽ ഐസ് എഞ്ചിൻസ് ആണ്? ഐ മീൻ ഞാൻ ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്യാം. ഐസ് എഞ്ചിൻസ് കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. EVs ഈയിടെ ബൂം ചെയ്തുകൊണ്ട് വന്നൊരു ടെക്നോളജിയാണ്. ആൻഡ് യു ആർ എ പേഴ്സൺ ഹൂസ് വർക്കിംഗ് ഓൺ അതിന്റെ ഒരു കോർ സാധനത്തില്. ഐസ് എഞ്ചിന്റെ എഞ്ചിൻ ആണെങ്കിൽ EV cars it is more like the battery. So you are a person who's working on the core sadhanam. So you are mostly basically a scientist. ആ ഒരു ടെക്നോളജി അഡാപ്റ്റേഷൻ, അപ്പം ആ ഒരു EV സാധനത്തിനെ കുറിച്ചുള്ള ഒരു ടേക്ക് സെറുണ്ട് എനിക്ക് അറിയണ്ടേ. അതായത് ഹൗ ഡു യു ലൈക്ക് EV എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനോട് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദി ഹോൾ തിങ്? EV രണ്ടും രണ്ട് ഡിഫറെന്റ് വേൾഡ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ. ഇപ്പം നമുക്ക് ഇപ്പൊ എന്നോട് EV ആണോ ഐസ് എഞ്ചിൻ ആണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മേ ബി ഇപ്പം ആസ് ഓഫ് നൗ ഐ സ്റ്റിൽ ചൂസ് ഐസ് എഞ്ചിൻസ്, ഐസ് കാർസ്. ലൈക്ക് EV സ്റ്റിൽ ഓൺ ഡെവലപ്മെന്റ് ആണ്, കാരണം EV അതിന്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ എത്തിയിട്ടില്ല. ബട്ട് ഇൻ ദ ഫ്യൂച്ചർ EV ആയിരിക്കും എല്ലായിടത്തും. ലൈക്ക് യു വിൽ ഗെറ്റ് റീപ്ലേസ്. ജസ്റ്റ് വൺ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് ഈ ഐസ് എഞ്ചിൻസ് ഇത്രയും കാലം ഇവിടെ ലൈക്ക് റൂൾ ചെയ്തത്? ബിക്കോസ് ലൈക്ക് ജർമ്മൻ കാർസ്, ജാപ്പനീസ് കാർസ്, ഇതൊക്കെ കൊണ്ടാണ് ഐസ് കാർസ് ലൈക്ക് വേൾഡ് റൂൾ ചെയ്തത്. ബട്ട് നൗ ജർമ്മൻ കാർ മാനുഫാക്ചറിങ് ഓർ കാർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഷ്രിങ്ക് ചെയ്തു. അവര് ലൈക്ക് നോട്ട് എ ഗുഡ് ഫേസ്. അവര് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ. അതേപോലെ തന്നെ ജാപ്പനീസ്, ഐ തിങ്ക് ദേ ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഇറ്റ്. ദേ ആർ ഡൂയിങ് വെൽ. ഷ്രിങ്കിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചൈനീസ് കാർ മാനുഫാക്ചേഴ്സ് ബൂം ആവുന്നുണ്ട്, വിച്ച് ഈസ് ഇലക്ട്രിക് കാർസ്. ജർമ്മൻ ഐസ് കാർസിനെ ഇവൻച്വലി EVs റീപ്ലേസ് ചെയ്യും ഫോർ ഷുവർ. ഈവൻ ജർമ്മൻ കാർ മാനുഫാക്ചേഴ്സ് EVs ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ചൈനീസ് മാനുഫാക്ചേഴ്സിന്റെ അത്രയും R&Dയിൽ അവർ എത്തിയിട്ടില്ല. ഇപ്പം നമുക്ക് ഇപ്പം ലൈക് ഫോർ എക്സാമ്പിൾ ഞാൻ ഫോക്സ് വാഗനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക് നമ്മുടെ റിസർച്ച് എവിടം വരെ ഉണ്ട്, ചൈനീസ് റിസർച്ച് എവിടം വരെ ഉണ്ട്. ഈവൻ ലൈക് നമ്മൾ ഒരു ചൈനീസ് EVയിൽ എൻറ്റർ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഹൗ വെൽ അഡ്വാൻസ്ഡ് നമുക്ക് 2005 2006 ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചൈനയില് EV വണ്ടികളുണ്ട് അന്നേ. ബട്ട് അന്ന് ലൈക് ഇറ്റ് വാസ് ലൈക്ക് എ ടോയ്, അത്രേ ഉള്ളൂ. പക്ഷെ അവർ അത് അവിടുന്ന് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവര് ലൈക് ലാസ്റ്റ് മന്ത് ഷവോമി YU7 പുതിയ വണ്ടി ഇറങ്ങി. ലൈക് അതൊക്കെ ഒരു ജർമ്മൻ മാനുഫാക്ചറിന്റെ ഒരു വണ്ടി എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. എസ്പെഷ്യലി ജർമൻസ് ദേ ഡു എ ലോട്ട് ഓഫ് ടെസ്റ്റിംഗ്. ഒരു ഭയങ്കര റിലയബിലിറ്റി ഒക്കെ. പക്ഷെ ചൈന കുറച്ചുകൂടെ ഓക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മാർക്കറ്റിൽ നോക്കാം എന്നുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു ചൈനീസ് പിന്നെ അവർക്ക് കുറച്ചുകൂടി ചീപ്പായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജർമ്മൻ മാനുഫാക്ചറിങ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എനർജി പ്രൈസസ് കുറച്ച് കൂടുതലാണ്, വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അവർക്കത് ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ സഡൻലി സോ സെറുൺ ഒരു 15 member കൺസോർഷ്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യു ആർ വർക്കിംഗ് ഓൺ ദിസ് ബാറ്ററി ടെക് ആൻഡ് ഓൾ ദീസ് തിങ്സ്. നിങ്ങള് ഐ ഡോണ്ട് വാണ്ട് യു ടു ടേക്ക് എനി നെയിംസ് ഓർ എനിത്തിങ്, വിൽ സ്റ്റിക്ക് ടു ദി NDA പാർട്ട്. പക്ഷേ ഒരു ബേസിക് ആയിട്ട് വാട്ട് ആർ യു ഗൈസ് ബിൽഡിംഗ്, എന്തൊക്കെയാ ടെസ്റ്റ് ചെയ്യുന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുതിയൊരു ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ ട്രൈ ചെയ്യുക. അല്ല നമ്മുടെ കമ്പനി സാൻഗോബൻ കേട്ടിട്ടല്ലേ? നമ്മുടെ ഗ്ലാസ് ഒക്കെ
ലൈക്ക് അവരാണ് ഈ പ്രൊഡക്റ്റ് ലൈക്ക് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മെറ്റീരിയൽ വെച്ച് നമ്മൾ ബാറ്ററീസ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ലൈക്ക് അപ്പോൾ നമ്മൾ അതിനെ ഡ്രൈ പ്രോസസ്സിങ്ങിൽ ടെസ്റ്റ് ചെയ്യണം, ലൈക്ക് ജസ്റ്റ് പൗഡർ സ്റ്റേറ്റിൽ. അത് ഓക്കെ കഴിഞ്ഞ് റിയൽ ബാറ്ററി ഇതെല്ലാം ലൈക്ക് തിൻ ഫിലിംസ് ആയിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പം മനസ്സിലായി. എൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിൻ ഫിലിംസ് ഫോം ചെയ്യാനായിട്ടുള്ള പ്രോസസ് ഡെവലപ്മെന്റ് ആണ്. ഈച്ച് കോമ്പോണൻസ് ലൈക്ക് ആനോഡ് നമുക്ക് സപ്ലൈ ചെയ്യുവാണ്, ലൈക്ക് കാഥോഡും സെപ്പറേറ്ററും തിൻ ഫിലിംസ് ഡെവലപ്മെന്റ്, പിന്നെ അതിനെ ഒന്നിച്ച് അസംബ്ലി, സെൽ അസംബ്ലി, ടെസ്റ്റിംഗ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഇത് ലാബ് സ്കെയിൽ ആക്ടിവിറ്റീസ് ആണ്. മനസ്സിലായി. ഇത് കഴിഞ്ഞിട്ട് ലൈക്ക് ഇതിനെ നമ്മൾ ഒരു സ്കെയിലപ്പ് ചെയ്യും, ലൈക്ക് പൈലറ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യും. ഓക്കെ അപ്പോഴും അത് ടെക്നോളജി മാർക്കറ്റ് റെഡി അല്ല, ബട്ട് പൈലറ്റ് സ്കെയിൽ നമുക്ക് കുറച്ചുകൂടെ ബിഗർ സെൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ബിൽഡ് ചെയ്ത മനസ്സിലായി. സെൽസിനെ നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ടാവും, ലൈക്ക് ഇലക്ട്രോ കെമിക്കൽ ടെസ്റ്റിംഗ് ഉണ്ടാവും, നമ്മുടെ ചാർജിങ് ടെസ്റ്റിംഗ്, ചാർജ് ഡിസ്ചാർജ് ടെസ്റ്റിംഗ് ഉണ്ടാവും, സോ ഹാഷ് ടെസ്റ്റിംഗ് ഉണ്ടാവും, ലൈക്ക് നെയിൽ പെനിട്രേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും. പിന്നെ ഓക്കെ നമ്മൾ ഓൾസോ പൗച്ച് സെൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഈ മെറ്റീരിയൽ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു ഫൈനൽ ബാറ്ററിയിലേക്ക്, ലൈക്ക് പൗച്ച് സെൽസ്, ലൈക്ക് ഇതിന്റെ എന്താ പറയുന്നത്, സ്റ്റാബ്സ്, ഐ മീൻ തിക്നെസ്, എത്ര പവർ നമുക്ക് അതിൽ നിന്ന് ഡെലിവർ ചെയ്യാൻ പറ്റും, കപ്പാസിറ്റി എന്താ ബാറ്ററിയുടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. Okay, so mostly the application is in automotive അല്ലെങ്കിൽ ഒരു aviation field. യെസ് 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 നമ്മുടെ Yeah, so when it comes to automotive നമുക്ക് സ്പേസ് ആണ് ഒരു ഏറ്റവും വലിയൊരു എന്താ പ്രശ്നമായിട്ട്. Right, if you look at the battery അല്ലെങ്കിൽ EV കുറെ എണ്ണത്തിന് ബൂട്ട് സ്പേസ് കുറവാണ്. ചിലതിന്റെ പ്ലാറ്റ്ഫോം കുറച്ച് ഹൈ റേസ്ഡ് ആയിരിക്കും, അതുകൊണ്ട് ആൾക്കാർക്ക് ലെഗ് റൂമിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡു യു ടെസ്റ്റ് ഓൾ ദീസ് തിങ്സ്, ഡു യു കൺസിഡർ ഓൾ ദീസ് യൂസർ എക്സ്പീരിയൻസ് റിലേറ്റഡ് പ്രോബ്ലംസ്? യെസ്, നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ കൺസോർഷ്യത്തിൽ 15 മെമ്പർ കൺസോർഷ്യത്തിൽ ഒരു മെമ്പർ ഇതേപോലെ തന്നെ ബാറ്ററി സെൽ കാറിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വേറൊരു കമ്പനി അവര് ലൈക്ക് ഒരു ഇറ്റാലിയൻ ഹെലികോപ്റ്റർ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. പിന്നെ ഒരു സ്ലൊവേനിയൻ സ്മോൾ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. അപ്പൊ ഇവരാണ് ലൈക്ക് എൻഡ് യൂസേഴ്സ് ആയിട്ട്, അതായത് ഒരു ബേസിക്കലി ഇപ്പം നമ്മൾ ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ ഇതിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ടു ദ മാർക്കറ്റ് എത്തിക്കാം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ റിസർച്ച് ഉണ്ടാവും, ലൈക്ക് ഹൗ ക്യാൻ യു ഇന്റഗ്രേറ്റ് ദിസ് ഇൻ ടു എ കാർ വിത്തൗട്ട് യൂസിങ് മച്ച് സ്പേസ്. ആൻഡ് ഐ തിങ്ക് ഇപ്പം നമ്മുടെ ഈ സ്പേസിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ലൈക്ക് ഫ്ലോർ ബോർഡ് ഹൈ ആവുന്നതിന്റെ ഷാസിയിൽ ബാറ്ററീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. ഷാസിയിലേക്ക് വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്ന ലൈക്ക് അത് കുറച്ചുകൂടെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. എസ്പെഷ്യലി ചൈനീസ് മാനുഫാക്ചേഴ്സിന്റെ കാര്യം പറഞ്ഞ BYD അങ്ങനത്തെ കാസിനകത്തൊക്കെ ഇറ്റ് ഇസ് കുറച്ചുകൂടെ വെൽ മാനേജ്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ടിയാഗോ, ഇറ്റ് വാസ് ബോൺ ആസ് ഒരു പെട്രോൾ കാർ ആൻഡ് ലേറ്റർ ഓൺ ഇറ്റ് ഗോട്ട് അഡോപ്റ്റഡ് ഇൻ EV പ്ലാറ്റ്ഫോം. അപ്പൊ അങ്ങനത്തെ കാറുകളിലാണ് ഈ ഒരു ഇഷ്യൂസ് ഞാനും കോമൺ ആയിട്ട് കണ്ടേക്കുന്നത്. I think Tiago's chassis is coming from Indica, very old. I think so, yes. Yeah, Yes, I think Tiago, Nexon, everything comes the same. I think. same chassis and platform. ആ അപ്പം അത്രയും 1999 ഓൾഡ് ഷാസിയാണ് അത് അവർ ഡെവലപ്പ് ചെയ്ത് അവര് മാക്സിമം റൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ അവരത് മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു EV സ്പെസിഫിക് വരുമ്പോഴത്തേനും ചിലപ്പം റെഡി ആവായിരിക്കും. ഐ തിങ്ക് ഇപ്പം പുതിയ വരുന്ന കർവിന് ഒരു EV ഷാസി ഉണ്ടെന്ന് തോന്നുന്നു. അത് ലൈക്ക് എസ്പെഷ്യലി ഉള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഐ തിങ്ക് ലൈക്ക് മഹേന്ദ്ര പുതിയ BE60, ടാറ്റ കർവ് അവരും സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് പുതിയ ഒരു ഇന്നോവേഷൻ. ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. Okay. Yes. So let's leave all your, science background, your scientist സാധനങ്ങളൊക്കെ. പക്ഷെ I just want your scientist take on certain things. So ഞാനൊരു common man ആണ്. I'm thinking about, buying an EV. Should I go and get an EV right now? നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ചൊന്ന് ചെറിയ രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഒരു കോമൺ ആള് ഒരു EV ഇപ്പം വാങ്ങിക്കണോ? സെറിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ മതി. ജസ്റ്റ്
I would say yes. Of course, latest ടെക്നോളജിയിൽ ലീവ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഐ മീൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിന്. ഇപ്പം Okay. സേ ഫോർ എക്സാമ്പിൾ സം പീപ്പിൾ ലൈക്ക് ഈവൻ ഒരു ജസ്റ്റ് ഒരു ഫോണിന്റെ ഐഫോൺ 12 യൂസ് ചെയ്ത ഒരാൾ 13 വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് 13 എടുക്കുന്നുണ്ട്. There's no much difference. Like even Yeah. even the shape is same, the camera might be improving, but otherwise it doesn't look so different. അതേപോലെ തന്നെ ഇപ്പത്തെ ഏറ്റവും കറന്റ് ട്രെൻഡിങ് വെഹിക്കിൾ സെറ്റപ്പ് ആണ് ഇവി എന്ന് പറയുന്നത്. അപ്പം ആൻഡ് എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് മഹേന്ദ്ര BE60 ലൈക്ക് ഇറ്റ് ഇസ് എ സ്റ്റണ്ണിങ് കാർ. ഐ തിങ്ക് ഞാൻ പേഴ്സണലി അത് ഡ്രൈവ് ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് സീയിങ് ഓൾ ദീസ് റിവ്യൂസ് ആൻഡ് റീഡിങ് ഓൾ ദീസ് തിങ്സ് അബൌട്ട് ദ കാർ, ഐ തിങ്ക് വെരി വെരി നൈസ് വൺ. ആൻഡ് ഓൾസോ ഷേപ്പ് വൈസ് ആണെങ്കിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറാണ്. ഒരു ആൻഡ് കോൺസെപ്റ്റ് കാറിന്റെ ഒക്കെ പോലെ അല്ലേ? ആണ് ഇനി ഒരു കോമൺ മാന്റെ പെർസ്പെക്റ്റീവില് നമ്മൾ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ഓൺ ആൻ ആവറേജ് ഒരു ഡേയിൽ എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്? ഒരു മേ ബി 20 മാക്സിമം കിലോമീറ്റർ, ഒരു 20 to let's 40. go Yeah. let's go to the maximum, let's say 100 Mhm. 100 കിലോമീറ്റേഴ്സ് ഒരു ആവറേജ് ഒരു ഇന്ത്യൻ ഒരു ദിവസം ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് EV എന്ന് പറയുന്നത് ഒരു റേഞ്ച് ആൻസൈറ്റിയുടെ ആവശ്യമില്ലാതെ 100 കിലോമീറ്റേഴ്സ് ലൈക്ക് യു ഗോ ഫ്രം കൊച്ചി ടു കോട്ടയം എവറി ഡേ. ഐ മീൻ ഈവൻ ബാറ്ററി ഒരു 50%ലാണ് നിങ്ങൾ കോട്ടയത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് യു കം ടു കൊച്ചി, you can Mhm. plug your car there, do whatever you want to do, and then get your car back and go back to Kottayam. Like, not a problem. So, even നമ്മൾ റണ്ണിങ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും Mhm. മേ ബി ഒരു 1/3 അല്ലെങ്കിൽ ഒരു 1/4 ഉണ്ടാവുള്ളൂ EVയുടെ റണ്ണിങ് എക്സ്പെൻസ്. അപ്പം ലൈക്ക് ഐ തിങ്ക് എവ്രി വൺ ക്യാൻ ബൈ എൻ EV, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇഷ്ടംപോലെ Mhm. ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. Yeah. Yeah. അതുകൊണ്ട് കുഴപ്പമില്ല. ഈവൻ ലൈക്ക് ഇഫ് യു ക്യാൻ ഐ മീൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് വെച്ച് യു ഹാവ് ഇൻഡിവിജ്വൽ ഹോംസ്. Yes. Yes. അപ്പം നമുക്ക് സോളാർ പാനൽസ് പ്ലേസ് ചെയ്യാനായിട്ട് അതുവഴി നമുക്ക് കറണ്ട് ഡ്രോ ചെയ്യാം, നമ്മുടെ കാർ ചാർജ് ചെയ്യാം. ലൈക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് യു ക്യാൻ ഡ്രൈവ് എ കാർ. അപ്പം Yes. കൈൻഡ് ഓഫ് ബെറ്റർ സിറ്റുവേഷൻ ആണ്. മനസ്സിലായി. സോ നമ്മൾ നേരത്തെ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചോദിക്കുക, സോ റൈഡിന് ഇപ്പൊ ഒരു ഐഫോൺ 16, ആഫ്റ്റർ എൻ ഇയർ ഒരു ഐഫോൺ 17 വന്നു. നമ്മൾ പുതിയ ഐഫോണിലേക്ക് ഒബ്വിയസ്ലി നമ്മൾ എടുക്കുവാണെങ്കിൽ യു ഹാവ് ടു സെൽ ദി ഓൾഡർ ഐഫോൺ ആൻഡ് യു ഓൾസോ ഗെറ്റ് എ ബെറ്റർ ടെക്. സിമിലർ സാധനം EVസിന്റെ കാര്യത്തിൽ ആക്ച്വലി ആപ്ലിക്കബിൾ ആണോ? കാരണം ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ മോഡൽസ് വരുമ്പോഴത്തേക്ക് ദി ഇവല്യൂഷൻ ഫോൺ പോലെ കുറച്ചുകൂടെ വലിയ ഒരു ഇവല്യൂഷൻ ആയിട്ട് തോന്നാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ടിയാഗോ, ഇപ്പോൾ ഉള്ള ടിയാഗോയ്ക്ക് ഒരു 300 കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ ദി കാർ വിൽ ബി ദെയർ ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് എ 500 കിലോമീറ്റേഴ്സ് റേഞ്ച്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് യൂസ് കാർ പ്രൈസസ് അല്ലെങ്കിൽ ആ യൂസ് കാർ മാർക്കറ്റ് എടുക്കുവാണെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു സെൽ യൂസ് TV ഒരു ഐഫോൺ പോലെ എനിക്ക് ആയിട്ട് സെല് ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഇതിപ്പം ലൈക്ക് നമ്മുടെ ഒരു EVയോടുള്ള ഒരു സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു യൂസ്ഡ് EVക്ക് മാർക്കറ്റ് ഇല്ലാത്തതെന്ന്. ഒരു അത്ര പേരില്ലാത്ത ഒരു നോർമൽ ഐസ് കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു 2 years കഴിഞ്ഞ് ഡിപെൻസ് ലൈക്ക് സേ മേ ബി വൺ ഡേ ടൊയോട്ട ലൈക്ക് നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ടൊയോട്ട ഒരു EV ചിലപ്പം ആഫ്റ്റർ 5 years ആണെങ്കിൽ അതിന് റീസെയിൽ വാല്യൂ ഉണ്ടാവും. ആൾക്കാർ നമ്മളെപ്പോ എല്ലാരെയും പോലെ ഉള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവിന്റെ ലൈക്ക് ഓൾസോ ലൈക്ക് ദർ ആർ ഫാക്ടേഴ്സ് ലൈക്ക് EV ബാറ്ററി ഡീഗ്രേഡ് ആവുന്നുണ്ട്, ബാറ്ററിയുടെ ഹെൽത്ത് കുറയുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. വെൻ യു സെൽ ആൻ EV നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് യു ഗെറ്റ് വെരി ഗുഡ് പ്രൈസ് വെൻ യു സെൽ ഇറ്റ്. മാക്സിമം നമ്മൾ സജസ്റ്റ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് വെൻ യു ആർ ബൈങ് ആൻ EV യൂസ് ഇറ്റ് ടു ദ മാക്സിമം
ആൻഡ് Then ദെൻ sell it. സെൽ ഇറ്റ് ഓഫ്. അപ്പം നമുക്ക് ലൈക്ക് ആ ഒരു വിഷമം ഉണ്ടാവില്ല, ലൈക്ക് നമുക്ക് ആ പ്രൈസ് കുറഞ്ഞെന്നുള്ളത്. ആൻഡ് ഓൾസോ യു ആർ സേവിങ് എ ലോട്ട് ഓഫ് മണി കമ്പയർഡ് ടു ഐസ് കാർസ്. Yeah. Okay. അത് മനസ്സിലായി. അപ്പം so there is something in between, right? ഒരു ഐസിന്റെയും ഇവിയുടെ ഇടയിൽ there is something called as a strong hybrid where you have a battery as well as ഒരു ഐസും കൂടെ ഉള്ളത്. ആൻഡ് ജർമ്മനി നോക്കുവാണെങ്കിൽ we have all these Skoda VRS അല്ലെങ്കിൽ വണ്ടികൾക്കെല്ലാം ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽസ്. അങ്ങനെ ഒരു ഇടയ്ക്കുള്ള ഒരു സാധനത്തിനെ കുറിച്ച് ലൈക്ക് ആസ് ഓഫ് നൗ ഹൈബ്രിഡ് കാർസ് ഐ മീൻ ഇൻട്രസ്റ്റഡ് ആണ് ഞാൻ. ലൈക്ക് ഐ മീൻ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആണ് ലൈക്ക് ഈ ഒരു ട്രാൻസിഷൻ. You don't have to directly go from a ICE car to an EV, but you can try a hybrid in between and then go to an EV. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് സേ രണ്ട് വേൾഡും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ലൈക്ക് വെൻ യു സ്റ്റാർട്ട് you go as an EV and then after certain time ICE വണ്ടി പോലെ തന്നെ hybrids നല്ലതാണ്. ലൈക്ക് ബട്ട് as a you can use it as a transition to EV from ICE. ഓക്കെ. Because at the end, മിക്കവാറും EVs ആയിട്ട് പൊളിറ്റിക്കൽ തിങ്സ് ലൈക്ക് ദി ജിയോ പൊളിറ്റിക്സ്, ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം കൂടെ അവസാനം EVയിലേക്ക് വരും. സാറിന് ഇപ്പം ഹൈബ്രിഡ് കാർസ് എടുക്കാൻ നേരത്ത് നോർമലി ആളുകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഡൗട്ട് ആണ് ആഫ്റ്റർ എ പോയിന്റ് യു മേ ഹാവ് ടു സർവീസ് ദി ബാറ്ററി അല്ലെങ്കിൽ യു മേ ഹാവ് ടു റീപ്ലേസ് ദി ബാറ്ററി. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ബാറ്ററീസിന്റെ ലൈഫ് ഒക്കെ ഏകദേശം എങ്ങനെയൊക്കെ ആയിരിക്കും ലിഥിയം അയോണിന്റെ ബാറ്ററീസ് ലൈഫ് ഇപ്പം നമുക്ക് കാണാലോ, നമ്മുടെ ഈ കാർ മാനുഫാക്ചറേഴ്സ് BYD അല്ലെങ്കിൽ what is it, this MG, MGയുടെ അല്ലേ പുതിയ വണ്ടി വന്ന, ലൈക്ക് what is it called? വിൻസർ. അതല്ല ഏതൊക്കെയോ വണ്ടികൾ, ലൈക്ക് ഈവൻ ടാറ്റ ഓൾസോ, അവര് ലൈഫ് ടൈം വാറന്റി എന്തോ ആണ് ബാറ്ററീസിന് കൊടുക്കുന്നത്. ലൈക്ക് അപ്പൊ അവരുടെ എസ്പെഷ്യലി ഈ BYDയുടെ ബാറ്ററി ടെക്നോളജി, ലൈക്ക് ദ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി, ദേ ആർ വെരി കോൺഫിഡന്റ് ഇൻ ദാറ്റ്. അവർക്ക് വണ്ടിക്ക് ലൈഫ് ടൈം വാറന്റി കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ കാണിക്കുന്ന, ഐ മീൻ ദ ബാറ്ററി ഈസ് റിയലി കേപ്പബിൾ. അല്ലാന്നുണ്ടെങ്കിൽ അവര് വെറുതെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കിന് വേണ്ടിയിട്ട് അവരെന്തായാലും കൊടുക്കില്ല. അറ്റ്ലീസ്റ്റ് 15 years ഇറ്റ് വിൽ ഗോ. ബട്ട് ഫോർ ഷുവർ 100% സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഉണ്ടാവണം എന്നില്ല ബാറ്ററിക്ക്. ഇറ്റ് വിൽ ഡീഗ്രേഡ്. ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ കോമ്പണൻസിൽ വരുന്ന മെക്കാനിക്കൽ ആയിട്ടുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവും. ലൈക്ക് വെരി ബേസിക് സെല്ലിൽ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സ് ഉണ്ടാവും. അത് കാരണം എന്തായാലും ബാറ്ററിയുടെ ഹെൽത്ത് റെഡ്യൂസ് ചെയ്യും. ലൈക്ക് ഈവൻ യുവർ ഐഫോൺ ആഫ്റ്റർ 2-3 years അതിന്റെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് 180 ആവുന്നുണ്ട്. ബട്ട് യു ഗെറ്റ് യൂസ് ടു ഇറ്റ് ആൻഡ് ഐ മീൻ യു മൈറ്റ് ഫീൽ ഓക്കെ വിത്ത് ഇറ്റ്. ആ ഒരു സംഭവം തന്നെ. ഈവൻ ഇപ്പം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഐസ് കാറിലാണെങ്കിൽ when you are driving it for so long without proper servicing, ലൈക്ക് നമ്മുടെ കാർബൺ ബിൽഡ് ഉണ്ടാവാറുണ്ട് എൻജിന്റെ അകത്ത്, ക്ലച്ചിന് പ്രശ്നങ്ങൾ. ഇതെന്ന് പറയുന്നതെല്ലാം വണ്ടിയുടെ പെർഫോമൻസിനെ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ലൈക്ക് സേ when you overhaul an engine once, your car is good to go again. അതേപോലെ തന്നെ maybe in the future there will be a technology that you can replace these cells that are making the problem and then you can reuse the car. ഇപ്പം ടെസ്ല ഓൾറെഡി അത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സർട്ടൻ സെൽസ് റീപ്ലേസിംഗ്. എനിക്ക് ഞാൻ എവിടെയോ വായിച്ചോളൂ. ഇതിപ്പം ലൈക്ക് ദ കമ്പനീസ് മൈറ്റ് ബി ഡൂയിങ് ദിസ് ഇന്റേണലി. മുമ്പേ പറഞ്ഞ പോലെ നമ്മളൊരു പ്രശ്നമായിട്ട് ചെല്ലുമ്പം അവര് നമ്മുടെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ടെങ്കിലും അവർ ആ റീപ്ലേസ്ഡ് ബാറ്ററി ഡയഗ്നോസ് ചെയ്ത് സെൽസ് മാറ്റി അവർ വീണ്ടും അതിനെ മാർക്കറ്റിൽ കൊണ്ട്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു കോമൺ മാൻ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു സെറ്റപ്പ് വരിക. ബട്ട് ഇപ്പം EV എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വരുന്നേ ഉള്ളൂ, ഡെവലപ്പ് ആവുന്നതേ ഉള്ളൂ. അപ്പം when it's in full fledged, I think നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അപ്പം കുറച്ചുകൂടെ ഈസി ആയിരിക്കും യൂസ് ചെയ്യാൻ. ഏറ്റവും എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ, if you know it, then just let me know. നമ്മൾ ഈ ഐഫോൺസിനെ
in YouTube, like, if you look at YouTube, you'll be able to see a lot of videos, which says improve the, battery life of an iPhone by doing this. അല്ലെങ്കിൽ അപ്പൊ അതിന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ സാധനങ്ങൾ. സോ യു ആർ എൻ എക്സ്പെർട്ട് ഇൻ EV ബാറ്ററീസ്. അപ്പം ഇതിന്റെ ഒരു ലൈഫിനെ കൂട്ടാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിന്റെ ആ ഒരു ഡീഗ്രഡേഷനെ കുറയ്ക്കാനൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പം ഒരു ബാറ്ററിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ലൈക് വാട്ട് എവർ ഹാപ്പൻസ് ഇൻസൈഡ് ബാറ്ററീസ് ഡ്യൂറിങ് ദ ഡിസ്ചാർജ് ആൻഡ് ചാർജിങ്. അപ്പം ലൈക് ഓരോ ബാറ്ററി ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിന് ലൈക് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും, ലൈക് ഹൗ ടു ചാർജ്, ഹൗ ടു ഡിസ്ചാർജ്. ഇപ്പം ലൈക് ഈവൻ നമ്മുടെ ഫോണിന്റെ കേസിലാണെങ്കിലും, ഐ മീൻ there are many statements or many opinions, like you always keep the battery between 80 and 20, or don't go beyond 20% or something like this. അങ്ങനെ പല 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 ഒപ്പീനിയൻസും ഉണ്ട്. ഐ മീൻ ഈവൻ ആസ് ഐ മീൻ ഞാനൊരു യു ഹാവ് ടു മെയിൻറ്റെയിൻ ബിറ്റ്വീൻ 20 and 80. ചാർജ് ചെയ്യണം, 80 ആകുമ്പോൾ ഇന്ന് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും at the end we don't care. നമുക്ക് നമ്മുടെ കൺവീനിയൻസ് ആണ് ഏറ്റവും ഇതായിട്ട്. അതേപോലെ കാറിന്റെ നമുക്ക് ഈ ചാർജിങ്, ഡിസ്ചാർജിങ്, ഈ ഒരു കേസ് ഒരു 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 ലൈക് മേ ബി മഹേന്ദ്രയുടെ ബാറ്ററീസ് മെയ്ഡ് ബൈ BYD. അപ്പൊ ആ BYDയുടെ ബ്ലേഡ് ടെക്നോളജി ബാറ്ററീസിൽ അവർക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും ചാർജിങ്, ലൈക്ക് യു മൈ ചാർജ് ഇറ്റ് വിത്ത് ദിസ് മച്ച് കിലോവാട്ട് ഫോർ ദിസ് മച്ച് ടൈം. ഒരു 10 times ഒരു 2-3 times സ്ലോ ചാർജിങ് അല്ലെങ്കിൽ വീട്ടിൽ. അപ്പൊ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ പറയുന്ന ആ ഒരു സൈക്കിൾ യു ക്യാൻ കൺട്രോൾ ദ തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ബാറ്ററി. ലൈക്ക് അപ്പൊ നമ്മുടെ ഈ ബാറ്ററിക്ക് അകത്ത് വരുന്ന പ്രശ്നങ്ങൾ, കാരണം അവരെന്തായാലും കുറെ R&D ചെയ്തിട്ടായിരിക്കും കുറെ ടെസ്റ്റിങ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് വരും. അപ്പൊ അവർക്ക് അതിന്റെ എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം അപ്പൊ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണ്. I think you can use the maximum of the battery. Like നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പം ലൈക് 0 kilometer റേഞ്ച് ഉള്ളപ്പോൾ കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇൻസൈഡ് ഇതിന്റെ കെമിസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഇതിനെ ഊറ്റിയെടുത്തിട്ട് വീണ്ടും ഇതിനെ ട്രൈ ചെയ്യും. ഈവൻ നമ്മുടെ നോർമൽ ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഫുള്ളി ഡ്രെയിൻ ആയി കഴിഞ്ഞ് നമ്മൾ ജംപ് സ്റ്റാർട്ട് ഒക്കെ ചെയ്ത് ലൈക് നമ്മളൊരു ഷോക്ക്, അതേപോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനെ ഒരു എപ്പോഴും ഒരു സ്മൂത്ത് വിൻഡോയില് ഐ തിങ്ക് ഇറ്റ് ഷുഡ് വർക്ക്. Okay. Yeah, so we talked about batteries and EVs നെ കുറിച്ചൊക്കെ സംസാരിച്ചു. സോ സെറിന്റെ ഒരു പെർസ്പെക്റ്റീവില് ഒരു EV മാർക്കറ്റ് എങ്ങോട്ടാ ഹെഡ് ചെയ്യുന്നത്? സോ ഞാൻ അത് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഫ്യൂ കമ്പനീസ് ആർ മറ്റേ ഇന്റർചേഞ്ചബിൾ ബാറ്ററീസ് ടെസ്റ്റ് ചെയ്യുന്ന കുറെ കമ്പനീസ് ഉണ്ട്. ചില കമ്പനീസ് കംപ്ലീറ്റ്ലി EVനെ ഒക്കെ വിട്ട് ഹൈഡ്രജനെ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പം സെറിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആ ഒരു ടെക്നോളജി, ഐ മീൻ ഒരു ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സ് എങ്ങോട്ടാ ആക്ച്വലി ഹെഡ് ചെയ്യുന്നത് based on your research and all these things? I mean ഇവിടെ ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്ന അവര് ഐ മീൻ ദേ ആർ ട്രൈങ് ഓൾ ദ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെർട്ടീസ് എല്ലാ ഫീൽഡിലും വെക്കുക എന്നുള്ളതാണ് അവരുടെ എയിം. ലൈക് EVs, ഹൈഡ്രജൻ ടെക്നോളജി എല്ലാം അവര് ലൈക് ഫോർ ദിസ് പോയിന്റ് ആണോ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. അവരുടെ ഇന്റേണലി എല്ലാത്തിലും ഒരു എക്സ്പെർട്ടീസ് കാര്യങ്ങളുണ്ടാവും. ഈ എന്തോ മാർക്കറ്റ് ഡിമാൻഡിങ് സ്റ്റഫ് ആയിരിക്കും അവർ പുറത്തേക്ക് വിടുന്നത്. ഈവൻ എന്റെ പഴയ റൂംമേറ്റ് ഫോക്സ് വാഗനില് ലൈക് ഡീസൽ എൻജിൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടീമിന്റെ മെമ്പർ ആയിരുന്നു. അപ്പം പഴയ റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ ലൈക് മേ ബി 6 months ago ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പൊ പുള്ളിയോട് സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്ന ഫോക്സ് വാഗൻ ഈസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ദ ഡീസൽ എൻജിൻസ്. അവര് ഈവൻ ദോ EV ആണ് ഫ്യൂച്ചർ മാർക്കറ്റ് എങ്കിൽ as of now പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻസ് ഒരു വാല്യൂ ഉണ്ട് മാർക്കറ്റിൽ. അപ്പം ഫോക്സ് വാഗൻ ഇപ്പോഴും ഡീസൽ എൻജിനിൽ R&D ചെയ്യുന്നുണ്ട്. ഹൗ ക്യാൻ ദേ ഇംപ്രൂവ് ദി എൻജിൻ. അങ്ങനെ നോക്കുമ്പം നമുക്ക് ലൈക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്താണോ ചെയ്യുന്നത്. ആസ് ഓഫ് നൗ ഐ തിങ്ക് EVs, ഹൈഡ്രജൻ ടെക്നോളജി ഒക്കെ വളരെ വളരെ റെയർ ആണ്. As a consumer, should I wait for a car with a solid state battery? അതോ ഞാൻ lithium ion തന്നെ if both are available in the market? രണ്ടും available in the market
അങ്ങനെ ഒരു സിറ്റുവേഷനിൽ what should I choose and why? I would say solid state cars because safety, Okay. more range, Okay. more power output, അങ്ങനെ കാര്യങ്ങളെല്ലാം. ഈവൻ നമ്മുടെ ഞാൻ ഈയിടെ ഒരു റിവ്യൂല് ലൈക്ക് ഈ പുതിയ ഹാരിയർ EV, Yeah. the motor is capable of more, but the battery cannot deliver much power. Yeah. Yeah. This battery was replaced by a solid state battery. ആ മോട്ടറിന്റെ എക്സ്ട്രീം Full പവർ നമുക്ക് potential. യൂസ് ചെയ്യാൻ പറ്റും, ഫുൾ പൊട്ടൻഷ്യൽ Man. യൂസ് ചെയ്യാൻ പറ്റും. അപ്പം Okay. കാസ് ചിലപ്പം ലൈക് ഓൾറെഡി EVs ആർ ഫേമസ് ഫോർ ദ ഇനീഷ്യൽ ടോർക്ക്, ലൈക് ദ ഇനീഷ്യൽ പുള്ളിന് ഫേമസ് ആണ്. അപ്പം ഐ മീൻ ഇനിയും ഇൻക്രീസ് ചെയ്താൽ മൈറ്റ് ബി ഡേഞ്ചറസ്, ബട്ട് ഇഫ് the company can tone down this initial thing and then maybe extend the acceleration range, I think such batteries can do this. Okay. Yes. ഇപ്പം So. മേ ബി ഒരു സെക്കൻഡ് എക്സാമ്പിൾ ലൈക്ക് നമ്മൾ വൈ ലിഥിയം അയൺ ബാറ്ററീസ് cannot be used അല്ല, നോട്ട് യൂസ്ഡ് ഇൻ ഏവിയേഷൻ. കാരണം ഏവിയേഷൻ ഏറ്റവും മാക്സിമം പവർ വേണ്ടതെന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫിലാണ്. അപ്പം ആ ടേക്ക് ഓഫിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സഡൻ പുള്ള് കിട്ടും ടേക്ക് ഓഫിന് പോകുമ്പോൾ. ആ ഒരു കൈൻഡ് ഓഫ് പവർ ഔട്ട്പുട്ട് കൊടുക്കാൻ. അതേസമയം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ആണെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റ് പവർ കുറച്ചുകൂടെ ഹൈ ആയിരിക്കും, കുറച്ചുകൂടെ ഏവിയേഷൻ ഫീൽഡിനൊക്കെ യൂസ്ഫുൾ ആണ്. മനസ്സിലായി. ഓക്കെ. സോ ശരൺ, ഇപ്പം ഐസ് എഞ്ചിൻ കാർസ് എടുത്ത് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ഹൈബ്രിഡ്സ്, പീപ്പിൾ ഡു എ ലോട്ട് ഓഫ് മോഡിഫിക്കേഷൻസ് ആൻഡ് അതിന്റെ മേ ബി ഫ്യൂവൽ എക്കണോമിനെയൊക്കെ എഫക്ട് ചെയ്യായിരിക്കും. ഇഫ് ഐ പുട്ട് സം വൈഡർ ടയേഴ്സ് ഓർ ലൈക്ക് ഇഫ് ഐ ഡു ഒരു എയർ ഇൻടേക്ക് വെച്ചു, അല്ലെങ്കിൽ ഇഫ് ഐ ഡു എൻ എക്സോസ്റ്റ്, ഇറ്റ് മൈറ്റ് എഫക്ട് ദി കാർസ് ഫ്യൂവൽ എക്കണോമി, റൈറ്റ്? അപ്പം EV കാർസിൽ ദി മോഡിഫിക്കേഷൻ ഇസ് ലിമിറ്റഡ് റൈറ്റ് നൗ, ദി മാർക്കറ്റ് ഇസ് ഓൾസോ വെരി ലിമിറ്റഡ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ എന്റെ ബാറ്ററിനെയോ അല്ലെങ്കിൽ റേഞ്ചിനെയോ ഒക്കെ അത് ലീവ് ദി എയറോഡൈനാമിക്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ്, പക്ഷെ എന്റെ ബാറ്ററിനെ ഇത് എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? ഐ ഡോണ്ട് നോ, ലൈക്ക് ശരിക്കും അത് പറയാനായിട്ട് എനിക്കിപ്പോ അറിയില്ല. കാരണം ബിക്കോസ് നമുക്ക് ഇതുവരെ അങ്ങനെ അത്ര ലൈക്ക് ഹെവിലി മോഡിഫൈഡ് EVs ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു ഔട്ട്കം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു വലിയൊരു ഐഡിയ ഇല്ല. ബട്ട് ഐ തിങ്ക് നമുക്ക് ട്യൂണിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൈക്ക് മോട്ടറിൽ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന പവർ ഔട്ട്പുട്ടും അങ്ങനത്തെ ഹ്യൂജ് ഡിഫറൻസ് വരുമ്പം ചിലപ്പം ബാറ്ററിക്ക് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് മോഡിഫിക്കേഷൻ, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ തിങ് ഫോർ EVs. Okay, so you as a scientist, your recommendation is to drive it like it came from from the factory. Yeah, okay. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. It makes sense also. നമുക്ക് നമ്മുടെ അറ്റ് ദി എൻഡ് കാർസ് എന്ന് പറയുന്ന ഒരു ഗാഡ്ജറ്റ് പോലെ ആവും. ജസ്റ്റ് ലൈക്ക് ഐഫോൺസ്. ഇപ്പം ഐഫോണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് ഒരു കേസ് ഇട്ട് കവർ ചെയ്തതിനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കും. അല്ല തന്നെ കാർസ് നമ്മളെ ഐ തിങ്ക് ഒരു എന്തൂസിയാസ് പെർസ്പെക്റ്റീവിൽ EVs ചിലപ്പം ഡൈജസ്റ്റ് ആവാൻ കുറച്ച് സമയം പിടിക്കും. അതല്ല ഒരു നോർമൽ യൂസർ, ഒരു ലക്ഷറി യൂസർ, അങ്ങനെയൊക്കെയുള്ള ഒരു പെർസ്പെക്റ്റീവിലാണെങ്കിൽ EVs വിൽ ബി സൂൺ ടേക്കിംഗ് ഓവർ. കാരണം ദി NVH ലെവൽസ് EVയുടെ ഭയങ്കര ഹൈ ആണ്. പിന്നെ അതേപോലെ തന്നെ കംഫർട്ട്, യു ഡോണ്ട് ഹാവ് ദിസ് എനി ജേർക്സ് ഓർ സംതിങ് ലൈക്ക് ദിസ്, ലൈക്ക് ഓർ വൈബ്രേഷൻസ്, നത്തിങ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ലക്ഷറി യൂസറിനെ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് മേ ബി ഒരു മേബാക്കിന് ഓഫർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഒരു 20 lakhs 30 lakhsന്റെ EV ചിലപ്പം in terms of this calmness, peace, luxury ഒക്കെ ഓഫർ ചെയ്തായിരുന്നു. ഇനി I might sound stupid, പക്ഷേ I just want to ask you this. So EV cars, you have battery and all these things, right? If I put in some accessories which are electronic, say for example, I put a new set of speakers, കുറച്ചുകൂടെ പവർ ഔട്ട്പുട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഈ നോർമൽ ആയിട്ട് വണ്ടിയിൽ ചെയ്യും, ബാറ്ററീസിനെ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഓഫ് കോഴ്സ് അതിന്റെ റേഞ്ചിനെ ചിലപ്പം അഫക്റ്റ് ചെയ്യുമായിരിക്കും. ലൈക്ക് ഇപ്പത്തെ EVസിൽ ഈവൻ ഡിഫറെന്റ് മോഡ്സ് ഉള്ള EVs ഉണ്ടല്ലോ, ലൈക്ക് സ്പോർട്സ്, എക്കോ, സിറ്റി, അങ്ങനെ പല പല. അതിൽ നമ്മൾ സ്പോർട്സ് മോഡിലിട്ട് നമ്മുടെ റേഞ്ച് ഡ്രോപ്പ് ആവുന്നുണ്ട്. വിച്ച് മീൻസ്
സ്പോർട്സ് മോഡിൽ കൂടുതൽ പവർ ഔട്ട്പുട്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്ററിക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള മറ്റെന്ത് ഗാഡ്ജറ്റ്സിന് യൂസ് ചെയ്താലും അത് ഡ്രോപ്പ് ആവും. ബാറ്ററി ലൈക്ക് റേഞ്ച് ഡ്രോപ്പ് ആവും. ബട്ട് ഇതിനെ ലൈക്ക് ഇവിയുടെ അതായത് ഒരു എക്കോസിസ്റ്റത്തിന് പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണൽ സാധനം നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, ഓഫ് കോഴ്സ് ദ ബാറ്ററി ഇസ് നോട്ട് ഡിസൈൻ ഫോർ ദാറ്റ്. മേബി ലൈക്ക് ഈവൻ മാനുഫാക്ചറർ വണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു 10% എക്സ്ട്രാ പവർ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ അവർ ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം അപ്പം നമുക്ക് ഈ ഒരു അഡീഷണൽ വരുന്ന യൂസേജ് എന്ന് പറയുന്ന കുഴപ്പമുണ്ടാവില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇവിയിൽ നമ്മൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് കാറിന്റെ യൂസ് അല്ല, പക്ഷെ ആ ഫോൺ ചാർജ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ റേഞ്ച് അത്ര ഡ്രോപ്പ് ആവണമെന്നില്ല. മൈറ്റ് ബി മൈന്യൂട്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ വിൻഡോയിലുള്ള എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ I don't think it makes much problem. Okay. Yes, so we covered കുറെയൊക്കെ കാര്യങ്ങൾ. We'll wrap this thing up. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. You work in the automotive industry. You are a Keralite. You flew from Kerala to Germany. വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആസ്പിറന്റിന്റെ അടുത്ത് how can someone get into this? ലൈക്ക് നമ്മള് ഇപ്പം ജർമ്മനിയിലാണ്, നമുക്ക് ബേസിക് റിസർച്ച് ആണ്. ജർമൻസ് എല്ലാവരും അവര് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസ് വെച്ചിട്ട്, അപ്പം നമ്മൾ ബേസിക് റിസർച്ച് ഇൻ ജർമ്മനി ഒരു PhD എന്ന് പറയുന്നത് ഒരു കോമൺ ഡിഗ്രി പോലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിൽ എക്സ്പെർട്ടൈസ് ആവുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പെസിഫിക് കാര്യം ഫോക്കസ് ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആവുക, എന്നിട്ട് നമ്മുടെ സെൽഫായിട്ട് നമ്മൾ അതിൽ തന്നെ ബിൽഡ് ചെയ്ത് നമ്മൾ അറ്റ് ദി എൻഡ് എയിം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക, അതിനെ ബിൽഡ് ചെയ്ത് അങ്ങ് എത്തിക്കുക എന്നുള്ളത്. Okay. Yes. So, as a last question, what is your message to the EV owners in India right now, and also എന്താ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിനോടുള്ള ഒരു ലാസ്റ്റ് മെസ്സേജ് എന്തായിരിക്കും? ടു ദി EV ഓണേഴ്സ്, ഐ തിങ്ക് അവര് ഓൾറെഡി ഒരു അപ്രിസിയേഷൻ ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം അവര് ഓൾറെഡി ന്യൂ ടെക്നോളജി ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി അവര് ആൻഡ് ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ദ ബാറ്ററി ഹെൽത്ത് ഓഫ് ദ ബാറ്ററി, നമ്മുടെ കമ്പനി ഓർ മാനുഫാക്ചറർ പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിൽ ചാർജ് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് വേറെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാറ്ററിക്ക്. പിന്നെ ഫോർ ദ ന്യൂ ബയേഴ്സ് ഓർ ന്യൂ പീപ്പിൾ ഇൻ ദ മാർക്കറ്റ്, അവരോട് പറയാനുള്ളത്, you can definitely buy an EV in 2025. The technology is fine. You can believe in that. Yes. So thanks Arun. Thanks for coming into the podcast. And I'll also drop in your social links in the description. If someone wants to contact you or something, I'll do that. So Sure. Thanks a lot, Arun, and really appreciate your time, and see you. Thanks, and thanks for inviting me.